ഈ വീഡിയോയിൽ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് മിനി പാകിസ്ഥാൻ എന്നുള്ള കോയിൻ അതിൻ്റെ രണ്ടാം ഭാഗമാണ്. അപ്പം ഞാൻ ആദ്യം ആ വീഡിയോ ചെയ്ത് കഴിഞ്ഞപ്പോൾ അതിൻ്റെ താഴെ ചില കമൻറ്റുകൾ വന്നു. അതിനകത്ത് പ്രത്യേകം എടുത്തു പറയേണ്ട ഒരു സംഭവം എന്ന് പറയുന്നത്, അതിനെ എതിർത്ത്, അതായത് ഞാൻ ഈ പറയുന്ന കണ്ടൻറ്റിനെ എതിർത്ത് ആരും ഒന്നും കമൻറ്റ് ചെയ്തില്ല. അതായത് ഞാൻ ഈ പറയുന്ന സംഭവങ്ങൾ സത്യമാണെന്നുള്ളതും അവർക്കിതിനെ തള്ളിപ്പറയാൻ കഴിയില്ല എന്നുള്ളതുമാണ് ആദ്യത്തെ വീഡിയോയുടെ കമൻറ്റ് ബോക്സ് നോക്കിയപ്പോൾ എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്. അപ്പം അതുകൊണ്ടാണ് അതിൻ്റെ പാർട്ടായിട്ട് സെക്കൻഡ് വീഡിയോ ചെയ്യുന്നത്. അപ്പം അതിനകത്തൊരു ഫയസ് എന്നും പറഞ്ഞൊരു ഒരു കമൻറ്റ് വന്നിരുന്നു. എന്തുകൊണ്ട് ഇമോജി വന്നപ്പോഴും കാശ്മീർ ഇഷ്യൂയെ പറ്റി KT ജലീൽ പറഞ്ഞപ്പോഴും ഗവൺമെൻറ് ഓഫ് ഇന്ത്യ കേസെടുത്തില്ല? ചോദ്യമാണ്. ഞാൻ അദ്ദേഹത്തോട് പറയാം. അപ്പോൾ അദ്ദേഹത്തോട് ചോദിക്കേണ്ടൊരു ചോദ്യമുണ്ട്. എന്താണ് സംഭവിച്ചത്? ഇന്ത്യ എന്ന് പറയുന്ന ഒരു ജനാധിപത്യ രാജ്യമാണ്. ഇവിടെ ഫ്രീഡം ഓഫ് സ്പീച്ച് ഉണ്ട്, ജനാധിപത്യമുണ്ട്. ആൾക്കാർക്ക് ആ രീതിയിൽ ഇവിടുത്തെ പ്രധാനമന്ത്രി അവരൊക്കെ തെറിവിളിക്കാം. അതാണ് ജനാധിപത്യം എന്ന് പറയുന്ന സംഭവം. അത് ഇസ്ലാമിക രാജ്യങ്ങളിൽ ഇല്ല എന്നുള്ള കാര്യങ്ങൾ മനസ്സിലാക്കുക. ഈ പറയുന്ന ജനാധിപത്യം ഇസ്ലാമിലുള്ള ജനാധിപത്യം, അതിനകത്ത് ജനാധിപത്യവും ഇല്ല. പിന്നെ രണ്ടാമത്തെ പോയിന്റ് എന്ന് പറയുന്നത്, ഇന്ത്യയുടെ മുൻ ആർമി ചീഫ് ബിപിൻ റാവത്ത്, അദ്ദേഹം കോയമ്പത്തൂർന്ന് കുണ്ണൂരിലോട്ട് ഹെലികോപ്റ്ററിൽ പോകുന്ന വഴിയിൽ അപകടം സംഭവിച്ച് കൊല്ലപ്പെട്ടു. അറിയാവുന്ന സംഭവമാണ്. അപ്പം അതിൻ്റെ വാർത്ത മലയാള പത്രങ്ങൾ കൊടുത്തു കഴിയുമ്പോൾ അതിൻ്റെ താഴെ ഏറ്റവും കൂടുതൽ ഇമോജികൾ ഇട്ടത് ഈ പറയുന്ന കേരളത്തിലെ മിനി പാകിസ്ഥാനിൽ നിന്നാണ്. ഇതേപോലെ ഇമോജി ഇട്ടിരുന്നു പാകിസ്ഥാനിൽ നിന്ന്. കാരണം എന്താ? ഈ ബിപിൻ റാവത്തായിരുന്നു ബാലാക്കോട്ട്, അതായത് പാകിസ്ഥാൻ ടെറൈൻ്റെ അകത്ത് കയറി അവിടെയുള്ള ടെറർ ക്യാമ്പുകൾ തകർക്കാനുള്ള ഓപ്പറേഷന് നേതൃത്വം കൊടുത്തത്. പിന്നീട് നിങ്ങൾക്കറിയാം, അതേപോലെ അവിടെ ടെററിസ്റ്റ് ക്യാമ്പിനകത്ത് ഇന്ത്യൻ പട്ടാളം, റിസർവ് സ്പെഷ്യൽ ഫോഴ്സ് അകത്ത് കയറിയിട്ട് അതിനെ തകർക്കാൻ പോയി. ഇതൊക്കെ നിങ്ങൾക്കറിയാവുന്ന സംഭവമാണ്. അപ്പം അതിനൊക്കെ നേതൃത്വം കൊടുത്ത ആളാണ് ഈ പറയുന്ന ജനറൽ ബിപിൻ റാവത്ത്. അപ്പം അന്ന് എത്രയോ മാത്രം ഇമോജി ഇട്ടു. അന്ന് ഇത് സോഷ്യൽ മീഡിയ തന്നെ ഒരു ഇഷ്യൂ ആയ സംഭവം ഇല്ലയോ? പിന്നെ ജലീലിൻ്റെ കാര്യം പറഞ്ഞു. KT ജലീൽ അങ്ങനെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ട് കഴിഞ്ഞപ്പോൾ ഡൽഹി പോലീസിൽ അദ്ദേഹത്തിനെതിരെ പരാതിയുണ്ട്. അപ്പം അത് ആ പരാതി കൊണ്ട് ഡൽഹി പോലീസ് FIR ഫയൽ ചെയ്തു. ആ കേസിൻ്റെ അപ്ഡേറ്റ് എനിക്കറിയാം. പിന്നീട് അത് KT ജലീൽ ആ സ്റ്റേറ്റ്മെൻറ്റ്, നേരത്തെ പാകിസ്ഥാൻ അനുകൂലമായിട്ട് പറഞ്ഞ ആ സ്റ്റേറ്റ്മെൻറ്റ് മാറ്റി. അപ്പം ഇതൊക്കെ മനസ്സിലാക്കാം. കാരണം നിങ്ങളെ ചോദിച്ചാൽ ഞാൻ ഉത്തരം തന്നു കഴിഞ്ഞു. ഇനി അടുത്ത പ്രധാനപ്പെട്ടൊരു പോയിന്റ് ഉണ്ട്. അതായത് ഞാൻ ഈ കൊടുത്ത വീഡിയോയ്ക്കകത്ത് ഞാൻ ഈ പറയുന്ന പല ഇഷ്യൂസും ഇവിടെയുള്ള മിനി പാകിസ്ഥാനെ അനുകൂലിക്കുന്നവർ അതിനെ അംഗീകരിച്ചു. അപ്പം നമുക്ക് തീർച്ചയായിട്ടും ഓപ്ഷൻ എന്ന് പറഞ്ഞ സംഭവം ഉണ്ടായേ മതിയാവത്തുള്ളൂ. അപ്പം നിങ്ങൾക്ക് എത്ര പേർക്ക് അറിയാമെന്ന് എനിക്കറിയത്തില്ല, ഓർമ്മയുണ്ടോ എന്ന് അറിയില്ല. ഈ പാക് ഒക്കപ്പൈഡ് കാശ്മീരുണ്ട്, POK. അപ്പോൾ അവിടെ കഴിഞ്ഞ 6-7 മാസം മുമ്പ് വലിയ പ്രതിഷേധവും കലാപവും നടന്നു. അപ്പം അതിൻ്റെ പറഞ്ഞൊരു പരിപാടി സംഭവമുണ്ട്. അവർക്ക് ഇന്ത്യൻ കാശ്മീരുമായിട്ട് മേർജ് ചെയ്യണം ഉണ്ടായ സംഭവം. കാരണം ഇവരുടെ സ്ഥിതിയും സാമ്പത്തികവും പട്ടിണിയായി, റോഡുകളില്ല. കാരണം എന്തൊക്കെയാണ് പാകിസ്ഥാൻ ഇവർ കൊടുക്കാമെന്ന് പറഞ്ഞ് ഈ സംഭവങ്ങളൊന്നും കൊടുത്തില്ല. എന്നാൽ പാകിസ്ഥാൻ ക്രൈസിസിലാണ്, സാമ്പത്തിക ക്രൈസിസിലാണ്. അവർക്ക് സ്വാതന്ത്ര്യമില്ല, ഇസ്ലാമിക രീതിയിലാണ് അവർ ജീവിക്കുന്നത്. ഇതിൻ്റെ എല്ലാം പേരിൽ അവിടെ വലിയ പ്രക്ഷോഭം നടന്നു. അതായത് അവിടെ പോലീസുകാരെ അറ്റാക്ക് ചെയ്യുന്നു, പാകിസ്ഥാൻ പട്ടാളത്തെ അറ്റാക്ക് ചെയ്യുന്നു, അവസാനം എത്രയോ പേരെ വെടിവെച്ചു കൊന്നു. എന്നിട്ടാണ് അവരെ കൺട്രോൾ ചെയ്യുന്നത്. അപ്പം അതിനകത്ത് മുഴങ്ങിക്കേട്ടൊരു സംഭവമുണ്ട്. അവർക്ക് ഇന്ത്യൻ കാശ്മീരിൽ ഇന്ത്യയോട് യോജിക്കണം. അപ്പോൾ ഉണ്ടായ സംഭവം ഇത് നിങ്ങൾക്കറിയാവുന്ന സംഭവം. അതാണ് പാകിസ്ഥാനിലുള്ള പാക് ഒക്യുപ്പൈഡ് കാശ്മീരികളുടെ ആവശ്യം ഇന്ത്യയുടെ കൂടെ ലയിക്കണം. ഇനി അതിനുശേഷം മറ്റൊരു ഡെവലപ്മെൻ്റ് ഉണ്ടായി. അതായത് അവിടെ പാക് ഒക്യുപ്പൈഡ് കാശ്മീരിൻ്റെ അകത്ത് ഈ ടെറർ ഗ്രൂപ്പുകളുടെ ട്രെയിനിങ് ക്യാമ്പും ഓപ്പറേഷൻസും ഒക്കെ ഉണ്ടായിരുന്നു. അവിടെയുള്ള ജനങ്ങൾ ഭയങ്കരമായിട്ട് എതിർത്ത് കഴിഞ്ഞു. അവന്മാരത് പാക്ക് ചെയ്തുകൊണ്ടങ്ങ് പോയി. ഇപ്പം ലഷ്കറിൻ്റെ ഒക്കെ ഓപ്പറേഷൻ ഈ പറയുന്ന പാക് ഒക്യുപ്പൈഡ് കാശ്മീരിലല്ല, അവിടുന്ന് മാറി. കാരണം അവിടെയുള്ള ജനങ്ങൾക്ക് ഇന്ത്യയുടെ കൂടെ പോകണം. ഈ പറയുന്ന ടെററിസ്റ്റുകൾ ഇന്ത്യയെ അറ്റാക്ക് ചെയ്യുന്ന അവർക്ക് താല്പര്യമില്ല. ആ രീതിയിലാണ് കേരളത്തിലെ മിനി പാകിസ്ഥാൻ സ്നേഹികളോടും
മിനി പാകിസ്ഥാനിലെ അംഗങ്ങളോടും പറയേണ്ട ഒരു കാര്യമാണ് ഞാൻ ഈ പറയുന്നത്. എന്താണ് അവിടെ സംഭവിച്ചത്? പിന്നെ മറ്റൊരു സംഭവം ഉണ്ടായി. അതായത് നിങ്ങൾക്ക് കണ്ടു കാണുക, സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ വീഡിയോ വന്നുകൊണ്ടിരിക്കുക. അപ്പോൾ പാകിസ്ഥാനിലുള്ള പഞ്ചാബി മുസ്ലിംസ് ഉണ്ട്. അതായത് പഞ്ചാബ് മുസ്ലിം, പഞ്ചാബിൻ്റെ ആ പ്രവിശ്യയാണല്ലോ. അപ്പം നിങ്ങളുടെ പ്രശസ്തരായ പല ക്രിക്കറ്റേഴ്സും ഈ പറയുന്ന പഞ്ചാബി മുസ്ലിംസാണ്. ഈ പാകിസ്ഥാൻ നവാസ് ഷെരീഫൊക്കെ പഞ്ചാബിയാണ്, ബേസിക്കലി പഞ്ചാബി മുസ്ലിമാണ്. അപ്പം അവരോട് അവിടെയുള്ള മീഡിയ, സോഷ്യൽ മീഡിയ, അവരുടെ വീഡിയോ ഒക്കെ നിങ്ങൾ കണ്ടു കാണും, ഹിന്ദിയിലും ഉറുദുവിലൊക്കെ വരുന്നുണ്ട്. അപ്പം അവരോട് ചോദിക്കുന്നുണ്ട്, ഇന്ത്യ ഇത്രമാത്രം ഡെവലപ്പ് ചെയ്തു, എന്തുകൊണ്ട് പാകിസ്ഥാൻ ഡെവലപ്പ് ചെയ്തില്ല? സംഭവം ഉണ്ടായി. അപ്പം ഇവർ പറയുന്നുണ്ട്, ഇന്ത്യ എന്ന് പറയുന്ന രാജ്യം എവിടെ നിൽക്കുന്നു, പാകിസ്ഥാൻ എന്ന് പറഞ്ഞ രാജ്യം എവിടെ നിൽക്കുന്നു? ഇവിടെ സ്ഥിരം ബോംബ് പൊട്ടുന്നു, ഇവിടെ ഇസ്ലാമിക രീതിയിലുള്ള ശരിയാ ലോ അനുസരിച്ച് ഇവിടെ സ്വാതന്ത്ര്യമില്ല. ഒരു കാര്യം മനസ്സിലാക്കുക, ഈ പഞ്ചാബികൾ പെൺകുട്ടികൾ എന്ന് പറഞ്ഞാൽ അവർ ഈ തട്ടവും ഈ ചാക്കവും നേടുന്ന കക്ഷികളൊന്നുമല്ല. കാരണം ഞാൻ 2 പ്രാവശ്യം ഇസ്ലാമാബാദിൽ പോയപ്പോൾ, ലാഹോറിലൊക്കെ പോയി കഴിഞ്ഞ സമയത്ത് അവിടെ ഒരു ജേർണലിസ്റ്റിൻ്റെ വീട്ടിലും പിന്നെ അവിടെ നിന്ന് റിട്ടയർ ആയ ഒരു സൈനിക ഉദ്യോഗസ്ഥൻ്റെ വീട്ടിലൊക്കെ ഞാൻ താമസിച്ചത്. പിന്നെ അദ്ദേഹത്തിൻ്റെ ഹോട്ടലുണ്ട്, അവിടെയൊക്കെ ഞാൻ താമസിച്ചത്. അപ്പോൾ അവിടെ പല യൂണിവേഴ്സിറ്റിയിലൊക്കെ പോയപ്പോഴാണ് മനസ്സിലായത് അവിടെ പഞ്ചാബി മുസ്ലിംസ് എന്ന് പറയുന്നത്, അതായത് ഇന്ത്യയിൽ നിന്ന് പോയവർ, പിന്നെ അവിടെ ഉള്ളവർ, അവരൊന്നും ഒരു കാരണവശാലും ഈ പറയുന്ന ഇസ്ലാമിക രീതിയിലുള്ള ശരിയായും തട്ടവും ഈ പറയുന്ന ഇസ്ലാമിക ലോ അവർ പൂർണ്ണമായിട്ട് അതിൽ മടുത്തിരിക്കുക. സംഭവം പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും മടുത്തിരിക്കുക. കാരണം അവിടെ ജനാധിപത്യമില്ല. ജനാധിപത്യം പറയുന്നതേ ഉള്ളൂ. ഓരോ സമയത്ത് ഓരോ ഉസ്താദന്മാരും ഓരോന്ന് കയറി പറയും, ഓരോ ഫത്വ ഇറക്കും. കാരണം ആ രാജ്യത്തിൻ്റെ സാമ്പത്തികം തകർന്നു, നാശക്കോടാലിയായി, വല്ലാത്ത സ്ഥിതിയിലാണ് ആ രാജ്യം പോകുന്നത്. അപ്പം ഇവരൊക്കെ പറയുന്നൊരു സംഭവമുണ്ട് ഈ പറയുന്ന വീഡിയോയിൽ, നിങ്ങളെടുത്ത് നോക്കിയാൽ കാണാം. അവർക്ക് ഇന്ത്യ എന്ന് പറഞ്ഞ രാജ്യത്തോട്ട് തിരിച്ചു പോകണം, വിഭജനം നടന്ന് തെറ്റായിപ്പോയി എന്ന് പറയുന്ന പഞ്ചാബി മുസ്ലിംസ്, അതായത് ഇന്ത്യയിൽ നിന്ന് പോയവർ, അവിടെയുള്ള പഞ്ചാബിലുള്ള അവർ പറയുന്നത്. കാരണം ഇവർ എഡ്യൂക്കേറ്റഡാണ്. നിങ്ങൾക്കറിയാം, പാകിസ്ഥാനി ഡോക്ടേഴ്സ്, ഈ പഞ്ചാബി ഡോക്ടേഴ്സ് ആണെങ്കിലും മിടുക്കരാണ്. കാരണം പഴയ ഇന്ത്യൻ സിസ്റ്റത്തിലുള്ള എഡ്യൂക്കേഷൻ അവർക്ക് ഈ പറയുന്ന ബ്രിട്ടീഷ് മിഷണറി ആ സ്കൂളിലൊക്കെ പഠിച്ചവരാണ് ഇവരുടെ പേരൻസും ഒക്കെ. അതേപോലെ അവിടെയുള്ള ഡിഫൻസിൻ്റെ പല ഓഫീസ്, ഏറ്റവും കൂടുതൽ മനസ്സിലാക്കുക, ഡിഫൻസിൻ്റെ, അതായത് ഇന്ത്യ പാകിസ്ഥാൻ വിഭജന സമയത്ത് ഡിഫൻസിൻ്റെ ഏറ്റവും നല്ല ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ ക്വറ്റയിലാണെങ്കിൽ അബോട്ടാബാദിൽ, ഇതൊക്കെ പോയത് പാകിസ്ഥാനിലാണ്. അപ്പോൾ അവിടെ ഒരു ഡിഫൻസിൻ്റെ നല്ലൊരു അതുകൊണ്ടാണ് പാകിസ്ഥാനിൻ്റെ ഡിഫൻസ് ഈ പ്രൊഫഷണൽ ഡിഫൻസ് എന്ന് പറയുന്നതിൻ്റെ കാര്യം. അതിനകത്ത് മതം കയറി ഇസ്ലാമിക രാജ്യം ഇതിനെ അങ്ങ് തോലച്ചു. അപ്പം അതിനെപ്പറ്റി ഞാൻ വേറൊരു വീഡിയോ ചെയ്യാൻ കാരണം അഫ്ഗാനുമായിട്ട് ബന്ധപ്പെട്ട താലിബാൻ അഫ്ഗാനത്തെ ഇപ്പോൾ ഇഷ്യൂ വേറെ വീഡിയോയിൽ ഞാൻ ഇൻ ഡീറ്റെയിൽ ആയിട്ട് പറയാം. അപ്പോൾ എന്താ സംഭവം? അപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് മനസ്സിലാക്കേണ്ടതാണ് കേരള മിനി പാകിസ്ഥാനിലെ പാകിസ്ഥാൻ ഫാനുകൾ മനസ്സിലാക്കുക. അവിടുത്തെ ഒരു പത്രം സർവേ നടത്തി കഴിഞ്ഞപ്പോൾ അവിടെയുള്ള പഞ്ചാബി മുസ്ലിംസിൽ 70% തിരിച്ച് ഇന്ത്യ വരണം. ആലോചിച്ച് നോക്കുക, 70% പഞ്ചാബിലുള്ള അവിടെയുള്ള മുസ്ലിം കമ്മ്യൂണിറ്റിയിൽ ഇന്ത്യയിൽ നിന്ന് പോയവർക്കും അവിടെയുള്ള പഞ്ചാബി കമ്മ്യൂണിറ്റി മുസ്ലിംസിനും ഇന്ത്യയിലോട്ട് തിരിച്ചു വരണം. അവർക്ക് പാകിസ്ഥാൻ എന്ന് പറഞ്ഞ രാജ്യത്തോട് താല്പര്യമില്ല. എന്താ കാര്യം? ഇസ്ലാമിക ലോ. അവരുടെ സ്വാതന്ത്ര്യം പോകുന്നു, അവർക്ക് ഓപ്പർച്യൂണിറ്റി ഇല്ല, അവർക്ക് ജോലി കിട്ടുന്നില്ല, അവർക്ക് നല്ല ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠിക്കാൻ പറ്റുന്നില്ല, ഈ മുല്ലാമാരും ഇസ്ലാമിക പണ്ഡിതന്മാരും അവരെ ഹറാസ് ചെയ്യുന്നു, അവർക്ക് സ്വാതന്ത്ര്യമില്ല. എടുത്തു നോക്കുക. പെട്ടെന്ന് ഈ റിപ്പോർട്ട് വന്നു, പെട്ടെന്ന് തന്നെ ഗവൺമെൻറ് റിപ്പോർട്ട് എടുത്ത് കളഞ്ഞു. കാരണം വലിയ സോഷ്യൽ മീഡിയ ഡിസ്കഷൻ, നിങ്ങൾ അത് സെർച്ച് ചെയ്താൽ കിട്ടും ഈ സംഭവം. അപ്പോൾ ഇതിനകത്തൊരു പോംവഴി പറയാം. അതായത് ലോകത്ത് പല രാജ്യങ്ങളിലും ഇതേപോലെ സ്വാപ്പിംഗ് നടന്നിട്ടുണ്ട്. അതായത് കേരളത്തിലെ മിനി പാകിസ്ഥാനിലുള്ളവർ പാകിസ്ഥാൻ പ്രേമികളാണ്. പാകിസ്ഥാൻ്റെ അവർക്ക് ഇന്ത്യയിൽ ഫ്രീഡം ഇല്ലെന്നാണ് പറയുന്നത്, ഇന്ത്യയിൽ അവരെ ഹറാസ് ചെയ്യുമെന്ന് പറയുന്നു. അവരെല്ലാം രീതിയിലും പാകിസ്ഥാനെ അനുകൂലിക്കുന്നവരാണ്. അവർക്ക് പല രീതിയിലൊന്നും ചെയ്യാൻ പറ്റുന്നില്ല, പ്രത്യേകിച്ച് മോദി വന്നതോടുകൂടി. അപ്പം എൻ്റെ ഒരു ഓപ്ഷൻ എന്ന് പറയുന്നത്, ഞാനിത് തമാശയായിട്ട് പറയുന്നതല്ല, നിങ്ങൾക്ക് തമാശയായിട്ട് തോന്നുവാണെങ്കിൽ മേക്ക് ഇറ്റ് ക്ലിയർ. അതായത് അവിടെയുള്ള പഞ്ചാബി മുസ്ലിംസ് ഇങ്ങോട്ട് വരട്ടെ, എന്നിട്ട് കേരളത്തിലുള്ള പാകിസ്ഥാൻ ഫാനുകൾ അങ്ങോട്ട് പോകട്ടെ. സിമ്പിളാണ്. ഇത് ഇൻ ഫ്യൂച്ചറിൽ ഇത് പോസിബിലിറ്റി ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്.
കാരണം ഇവിടെയുള്ള പാകിസ്ഥാൻ ഫാനുകളായിട്ടുള്ള കേരളത്തിലുള്ള മുസ്ലിം കമ്മ്യൂണിറ്റിക്ക് 4 MP ലോക്സഭയിലും രാജ്യസഭയിലും ഒക്കെ ആയിട്ട് മുസ്ലിം ലീഗിൻ്റെ ആൾക്കാർ, പിന്നെ കോൺഗ്രസിൻ്റെ MP. ഇപ്പം ഇവരോടൊക്കെ നിങ്ങൾ ആവശ്യപ്പെടുക, വർക്കൗട്ട് ചെയ്യും. കാരണം ഇവർക്ക് പാകിസ്ഥാനിൽ പോകണം. ഗവൺമെൻറ് ഓഫ് ഇന്ത്യക്ക് വളരെ താല്പര്യമുള്ളൂ. അപ്പം അവിടെയുള്ള മുസ്ലിം ഇങ്ങോട്ട് വരുന്നു, അവിടെ പഞ്ചാബി മുസ്ലിംസ് ഇങ്ങോട്ട് വരുന്നു. അപ്പോൾ ഇവിടെയുള്ള മുസ്ലിം അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ, കാരണം എനിക്ക് നിങ്ങളുടെ ഉള്ളിരിപ്പ്, നിങ്ങളുടെ പ്രശ്നം എനിക്കറിയാം. ഞാൻ റിയലായിട്ട് പറയുന്നത്, കാരണം ഞാൻ പല റിസർച്ചും ഒക്കെ കണ്ട് നടത്തി മനസ്സിലായി. കാരണം നിങ്ങൾ വളരെ ഫ്രസ്ട്രേറ്റഡ് ആണ്. കാരണം നിങ്ങൾക്ക് ബോംബ് പൊട്ടാൻ പറ്റുന്നില്ല, ഈ ആയുധങ്ങൾ വെടിവെക്കാൻ പറ്റുന്നില്ല, ഈ ബോംബ് പൊട്ടിച്ച് സ്വയമേ പൊട്ടിച്ച് സ്വർഗത്തിൽ പോകാൻ പറ്റുന്നില്ല. ഇതിന് പറ്റിയ സ്ഥലമാണ് ഈ പറയുന്ന പാകിസ്ഥാൻ. അവിടെ ഇഷ്ടംപോലെ മദ്രസകളുണ്ട്, ഇഷ്ടംപോലെ ഉസ്താദുമാരുണ്ട്, വളരെ സ്വർഗീയമായ സ്ഥലമാണ്. അപ്പം നിങ്ങൾ അവിടെ ചെന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ പറയുന്ന അഫ്ഗാനിസ്ഥാനിൽ പെട്ടെന്ന് സ്വർഗത്തിൽ പോവുകയും ചെയ്യാം. അത് അവിടെ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് സ്വർഗത്തിലോട്ടുള്ള ഹൂറിമാരോടുള്ള വിസ പെട്ടെന്ന് കിട്ടും. തമാശയായിട്ട് എടുക്കണ്ട, ഞാൻ സീരിയസ് ആയിട്ടായി പറയുന്നത്. ഫ്യൂച്ചറിൽ അങ്ങനെ ഉണ്ടാകാം. അപ്പം അങ്ങനെ വരുമ്പം നിങ്ങളെ സഹായിക്കാൻ ഞാനും തയ്യാറാണ്. കാരണം ഞാനൊരു മീഡിയ പേഴ്സണാണല്ലോ. അപ്പം നിങ്ങൾക്ക് വേണ്ടി ഡൽഹിയിലാണെങ്കിലും ഈ പറയുന്ന മീഡിയയോട് കോർഡിനേറ്റ് ചെയ്ത് നിങ്ങളുടെ ഇഷ്യൂ ഇത് ഗ്ലോബൽ തലത്തിലും നാഷണൽ തലത്തിലും കൊണ്ടുവരാം. കാരണം നിങ്ങളിവിടെ വളരെ ഫ്രസ്ട്രേറ്റഡ് ആണ്. കാരണം നിങ്ങളുടെ ആവശ്യങ്ങളൊന്നും നടക്കുന്നില്ല. നിങ്ങൾക്ക് ISIS ജോയിൻ ചെയ്യാൻ പറ്റും, പലയിടത്തും ഉണ്ട്. കാരണം ഇറാനിലോട്ട് പോയി, ഇറാനിൽ പോയി ജോയിൻ ചെയ്യുക, ARGCനോ അവിടുത്തെ പട്ടാളത്തിൽ ജോയിൻ ചെയ്യാം. ഇഷ്ടംപോലെ പാകിസ്ഥാനിൽ എവിടെ നടന്ന് നിങ്ങൾക്ക് ബോംബ് ഉണ്ടാക്കാം, ഇഷ്ടമുള്ളിടത്ത് കൊണ്ട് ബോംബ് വെക്കാം. കാരണം സ്വർഗത്തിലോട്ടുള്ള വാതിൽ ഇവിടെ തുറന്നിട്ടേക്കുവാണ്. അപ്പം ഞാനിത് തമാശ രൂപേണ നിങ്ങളത് കരുതിയാലും ഞാൻ ഈ പറയുന്ന കാര്യം വളരെ സീരിയസ് ആയിട്ട് നിങ്ങൾ എടുക്കണം. കാരണം ഇങ്ങനൊരു പോസിബിലിറ്റി ഉണ്ടായിക്കൂടായില്ല. കാരണം അവിടെയുള്ള മോഡറേറ്റും എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള മുസ്ലിങ്ങൾക്ക് ഇങ്ങോട്ട് വരണം. അപ്പം ഇവിടെ, കാരണം അവർക്ക് ഈ പറയുന്ന മതത്തോട് താല്പര്യമില്ല. അവർക്ക് ഇന്ത്യ എന്ന് പറഞ്ഞ മഹാരാജ്യത്ത് ഇന്ത്യയുടെ ഡെമോക്രസിയോടുള്ള താല്പര്യം, ഇന്ത്യയുടെ ഡെവലപ്മെൻറ്റുമാണ് താല്പര്യം. അപ്പം ഇവിടെയുള്ള ഈ പറയുന്ന പാകിസ്ഥാൻ ഫാനുകൾ അവർക്ക് അങ്ങോട്ട് പോവുകയും ചെയ്യും. അപ്പം ഇതൊക്കെ നടക്കുകയാണെങ്കിൽ നിങ്ങൾ ഒരു കാര്യം മറക്കരുത്, അതെൻ്റെ അപേക്ഷയാണ്. പോകുന്ന സമയത്ത് ഈ തൃശ്ശൂരുള്ള ഓർത്തഡോക്സിൻ്റെ ഒരു ബിഷപ്പുണ്ട്, യൂഹാനൻ മാൻ മെലിറ്റിയോസ് എന്ന് പറയുന്നത്, അയാളും കൂടെ കൊണ്ടുപോകണം. അതിൻ്റെ കൂടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഒരു പ്രഗത്ഭനായ യുവ നേതാവുണ്ട് സ്വരാജ്, പുള്ളിയും കൂടെ കൊണ്ടുപോകണം. കാരണം നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്ന ഹമാസിനെയും ആൻറ്റി ഇസ്രായേലും ഈ പറയുന്ന ടെററിനെയൊക്കെ സപ്പോർട്ട് ചെയ്യുന്ന ആളാണ് ഈ പറയുന്ന യൂഹനന്മാർ മിലിറ്റിയോസും ഈ പറയുന്ന സ്വരാജും. അങ്ങനെയുള്ള പലരുടെയും പേര് ഞാൻ തരാം. കാരണം അവർ നിങ്ങളുടെ കൂടെ വരാൻ തയ്യാറാണ്. അതുകൊണ്ട് എൻ്റെ ഒരു അപേക്ഷ എന്ന് പറയുന്നത്, നിങ്ങൾ തള്ളിക്കളയരുത്. ഈ പറയുന്ന ഓഫർ സ്വീകരിക്കണം. അതേപോലെ ഞാൻ നിങ്ങൾക്ക് ജോലി ചെയ്യുന്നത് പൂർണ്ണമായിട്ട് ഫ്രീ ആയിട്ടായിരിക്കും. എൻ്റെ പണമെടുത്ത് നിങ്ങൾക്ക് കൺസൾട്ടൻസിയും മീഡിയ കവറേജ് ഒക്കെ ചെയ്തു തരാം. കാരണം നിങ്ങൾക്കറിയാവുന്ന സുഡാപ്പി ജേർണലിസ്റ്റുകൾ, ഇവർക്കൊന്നും ഈ പറയുന്ന നാഷണൽ മീഡിയ ഇൻ്റർനാഷണൽ മീഡിയ ആയിട്ട് വലിയ ബന്ധമൊന്നുമില്ല. കാരണം അവർ കേരളം മാത്രമേ കണ്ടിട്ടുള്ളൂ, പിന്നെ ഡൽഹിയുടെ ബോർഡർ കണ്ടിട്ടുണ്ട്, കാശ്മീരിൻ്റെ സൈഡും കണ്ട് തിരിച്ചു വന്നിട്ടേ ഉള്ളൂ. അപ്പോൾ എനിക്ക് നാഷണൽ മീഡിയ ഉള്ളവരെ പരിചയം, ഇൻ്റർനാഷണൽ മീഡിയ പരിചയമുള്ളത് കൊണ്ടും ഇപ്പം നിങ്ങളുടെ പല MP അവിടെ ഉള്ളത് കൊണ്ടും ഇപ്പം എനിക്ക് നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് കൺസൾട്ട് ചെയ്ത് നല്ലപോലെ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് വർക്ക് ചെയ്യാൻ പറ്റും. കാരണം നിങ്ങളുടെ ആവശ്യം, കാരണം നിങ്ങളെ പാകിസ്ഥാനിൽ കൊണ്ടുപോകണം എന്നുള്ളത്. ഇതിനകത്ത് ഒരു എക്സെപ്ഷൻ മാത്രമേ ഉള്ളൂ. ഇന്ത്യയെ സ്നേഹിക്കുന്ന, അതായത് ഇന്ത്യയുടെ ദേശീയതയെ സ്നേഹിക്കുന്ന, ഇവിടെ അതായത് സ്വതന്ത്രമായിട്ട് ചിന്തിക്കുന്ന മുസ്ലിങ്ങളുണ്ട്. അവരെ നിങ്ങൾ കൊണ്ടുപോകണ്ട. അവർക്ക് ഇന്ത്യയൊക്കെ മതി. കാരണം അവർ ഇന്ത്യൻ ദേശീയത അടിയുറച്ച് വിശ്വസിക്കുന്നവരാണ്. അല്ലാതെ ഈ പറയുന്ന പച്ചക്കൊടി എടുത്ത് അതിൻ്റെ കൂട്ടത്തിൽ നിങ്ങൾ ഈ പറയുന്ന സാദിഖ് അലി തങ്ങളെയും ET മുഹമ്മദ് ബഷീറിനെ കൊണ്ടുപോയി കാണും. കാരണം സാദിഖ് അലി തങ്ങൾ എന്ന് പറയുമ്പോൾ ഓൾറെഡി അവർ യമനിൽ നിന്ന് വന്നു, ഇനി യമനി തിരിച്ചു പോകാൻ പറ്റത്തില്ല. കൂടെ MK മുനീറിനെ കൂടെ കൊണ്ടുപോയി കാണും. പക്ഷേ ഷാജിയെ നിങ്ങളുടെ യുവ നേതാവായിട്ട് കൊണ്ടുപോകണം. ഞാൻ തമാശയായിട്ടല്ല പറയുന്നത്, നിങ്ങൾ സീരിയസ് ആയിട്ട് എടുക്കണം. കാരണം ഒരു വഴി തുറന്നു കൊടുക്കണം. ട്രെയിൻ ടു പാകിസ്ഥാൻ എന്ന് പറഞ്ഞൊരു മനോഹരമായൊരു പുസ്തകമുണ്ട് കുഷൻ സിംഗിൻ്റെ, വായിച്ചു നോക്കണം. അതേപോലെ ട്രെയിൻ പാകിസ്ഥാനില്ല, തിരിച്ചങ്ങോട്ടുള്ള ട്രെയിൻ മലബാറും കേരളത്തിൽ നിന്ന് അങ്ങോട്ട് പോകണം. അതാണ് സത്യം പറഞ്ഞാൽ നിങ്ങൾക്ക് ആവശ്യം. അത് നടക്കട്ടെ എന്ന് നിങ്ങളുടെ കൂടെ ഞാനും പ്രാർത്ഥിക്കുന്നുണ്ട്. കേട്ടല്ലോ, നന്ദി.